1000 മെഗാവാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെയുള്ള ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. വാട്സ് 32,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയവിടെ താരിഫ് വർദ്ധിച്ചിട്ടില്ല. ഏകദേശം 38,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല. കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്റ്റഡ് ലോഡിൻ്റെ പരിധി 1000 കിലോവാട്ടിൽ നിന്ന് 2000 കിലോവാട്ടായി ഉയർത്തിയിട്ടുണ്ട്. മുമ്പ് അപകടങ്ങളിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കും പോളിയോ ബാധിതർക്കും മാത്രമായിരുന്നു ഈ ആനുകൂല്യം. ഇത് അംഗവൈകല്യമുള്ള എല്ലാവർക്കുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എൻഡോസൾഫർ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്ക് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. KEB ലിമിറ്റഡ് 2024-25 വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി 37 നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും അത് അംഗീകരിച്ചില്ല. ശരാശരി കമ്മീഷൻ 16 പൈസയുടെ വർധനവ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന KEB ലിമിറ്റഡിന്റെ നിർദ്ദേശം കമ്മീഷൻ അംഗീകരിച്ചില്ല. യൂണിറ്റിന് 10 പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന KEB ലിമിറ്റഡിന്റെ നിർദ്ദേശവും അംഗീകരിച്ചില്ല. സംസ്ഥാനത്ത് ഏകദേശം 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികളാണ് ഉള്ളത്. ഇവർക്ക് പകൽ സമയത്ത് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ നിരക്ക് 10% കുറയ്ക്കാൻ തീരുമാനിച്ചു. അതല്ലേ കൃഷി ആവശ്യത്തിലുള്ള വൈദ്യുതി നിരക്കൽ യൂണിറ്റിന് 5 പൈസയുടെ നിരക്ക് വർധന മാത്രമേ അംഗീകരിച്ചുള്ളൂ. ഏകദേശം 5 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് വലിയ ബാധിക്കില്ല. സംസ്ഥാനത്ത് വ്യവസായ മേഖലയുടെ താൽപ്പര്യം കണക്കിലെടുത്ത് ശരാശരി 1 മുതൽ 2% നിരക്ക് വർധന മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. 10 കിലോവാട്ട് വരെയുള്ള ലോഡ് ചെറുകിട വ്യവസായങ്ങൾ ഫിക്സഡ് ചാർജിൽ വർധനവില്ല. എനർജി ചാർജിൽ യൂണിറ്റിന് 5 പൈസയുടെ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്തെ വൈദ്യുതി നിരക്കിൽ നേരത്തെ പറഞ്ഞല്ലേ 10% കുറവ് വരുത്തിയിട്ടുണ്ട്. പകല് ഓഡിറ്റോറിയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, കൺവെൻഷൻ സെൻ്ററുകൾ തുടങ്ങിയവ ഇപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വലിയ ചിലവുള്ളതാണത്. അവിടെ എന്ത് ചോദിച്ചാൽ കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കി മത്സര മലിനീകരണം കുറയ്ക്കുന്നതിന് ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ താൽക്കാലിക കണക്ഷൻ നിരക്കിൽ വൈദ്യുതി നൽകുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ടീ ഹാളുകൾ പ്രവർത്തിക്കുമ്പോൾ ഫിക്സഡ് ചാർജ് നൽകേണ്ടതുമില്ല. അവർക്കത് വലിയ ഗുണം ചെയ്യും. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളെ TOD നിരക്കിലേക്ക് മാറ്റുന്നുള്ള അത് നേരത്തെ പറഞ്ഞ പോലെ പകൽ കമ്മിയാക്കണമെങ്കിൽ ഈ മീറ്റർ വെക്കണം. വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജ് വർധനവില്ല. ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഫാം സ്റ്റേകളിൽ ഹോം സ്റ്റേ രീതിയിൽ ഗാർഹിക നിരക്ക് ബാധകമാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്റ്റലുകളുടെ താരിഫിൽ ശരാശരി 30% വരെ ഇളവ് നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരം വൈദ്യുതി ബില്ലുകൾ എല്ലാ ഉപഭോക്താക്കളും മലയാളത്തിൽ നൽകാൻ KEB ലിമിറ്റഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർഷിക വിലക്കയറ്റ തോത് 5.9% ആയിരിക്കെ 2.3% മാത്രമാണ് വർധനവുണ്ടാക്കിയത്. ഇതാണ് ചുരുക്കത്തിലുള്ളത്. എന്താ ഇല്ല, അത് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ പകലും വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞില്ല 6 മണി തൊട്ട് 6 മണി വരെയും രാത്രി വേറൊരു ചാർജല്ല. രാത്രി നമ്മൾ പീക്ക് അവറിൽ മേടിക്കുന്നത് 5 രൂപ തൊട്ട് 15 രൂപ വരെ വെച്ചിട്ടാണ് മേടിക്കുന്നത്. ആ ബാധ്യത ആരായിട്ടേക്കും? അതുകൊണ്ട് അവിടെ വൈദ്യുതി നിരക്ക് ഈ വർധനവും രാത്രി മാത്രമേ ഉള്ളൂ, പകലില്ല. പകലുള്ളത് കമ്മിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന
ആ 25 അത് കൂടും, സ്വാഭാവികമല്ലേ? അത് ഈ 16 കൂടെ 12 കൂടും കൂടും. വരും വരും വരും. പൈസയാണ്. അല്ല അത് പറയാം, അതിലല്ല അങ്ങനെയല്ല, അതിലല്ല അതിനകത്ത് 2013 9.1%, 2014 6.7%, 2017 4.77%, 2019 7.32%, 2022 7.32%, 2023 4.45%, 2024 2.3%. അങ്ങനെയാണ് യഥാർത്ഥ കണക്ക്. അതായത് ഈ അടുത്ത വർഷം ആകുമ്പോൾ ഈ 16 പൈസ കൂടി അത് കൂടും. അതിനായി പക്ഷെ ശതമാനത്തിന്റെ കണക്കിലില്ല. അവർക്കുള്ള ഗുണം എന്താ വെച്ചാൽ പകൽ കമ്മിയായി കിട്ടില്ലേ. സംശയം, അതായത് ഈ 16 പൈസ അടുത്ത് ഈ 16 + 12 എന്നുള്ളത് അങ്ങനെയാണോ? അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അപ്പോഴും അടുത്ത വർഷം എന്താ അറിയാം നമുക്ക് ഗുണം. നമുക്ക് ഇപ്പോൾ 5000 മെഗാവാട്ട് നമ്മൾ കൽക്കരിയിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വർധനവ് വരില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴയുടെ കുറവ്, 60% വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പുറത്തുനിന്ന് വാങ്ങിയിട്ടത്. പുറത്ത് വാങ്ങിക്കുന്നത് കമ്മിയായി, ചിലവ് കമ്മിയായി കിട്ടിയാൽ അത് ഉപഭോക്താക്കൾക്ക് കൈമാറാനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ നമ്മൾ സമർപ്പിക്കും. മിനിസ്റ്റർ എപ്പോഴും പറയും ഈ നികുതി വർധന ചെറിയ വർധനയാണ്, പക്ഷേ ഇത് സത്യത്തിൽ എവിടെ 10 പൈസയല്ലേ വർദ്ധിച്ചിട്ടുള്ളൂ? എല്ലാറ്റിനും അല്ല, വൻകിടക്കാർക്ക് മാത്രമേ ഉള്ളൂ, ചെറുകിടക്കാർക്കൊന്നുമില്ല. അത് വായിച്ചു ഞാൻ, അത് ശ്രദ്ധിച്ചില്ല. 200 യൂണിറ്റ് താഴെയുള്ളവർക്കൊന്നുമില്ല. ഈ സാധാരണക്കാർ പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ, എനിക്കത് വിഷമം കൊണ്ട് പറയാണ്, 97 കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടില്ല. അവിടെ കൊടുക്കണ്ടേ? ഇതിനാര് ചിലവ് വഹിക്കും? അതേപോലെ പട്ടികജാതി പട്ടികവർക്കാർക്ക് 50 യൂണിറ്റ് താഴെ ചാർജ് കൊടുക്കുന്നില്ല. ഇതൊക്കെ വഹിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയാലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ വികസനം, ഇപ്പോൾ മലബാർ സൈഡിൽ ഇപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ കുറവ് വളരെ വലുതാണ്. അവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന ശേഷമാണ് നമ്മൾ കൂടുതൽ സബ്സ്റ്റേഷനൊക്കെ കൊണ്ടുവരുന്നത്. കാസർഗോഡ് ലൈനൊക്കെ പ്ലാൻ ചെയ്തത്. ഇതിനൊക്കെ പണം വേണ്ടേ? പണം കണ്ടെത്താൻ വേറെ എന്താ വഴി? ആരും സഹായിക്കില്ലല്ലോ. ഗവൺമെൻറ് സഹായം വളരെ പരിമിതമല്ലേ ഉള്ളൂ. ഇല്ല, വരവ് പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് പകൽ കുറച്ച് വിലയ്ക്ക് കിട്ടുമ്പോൾ നമ്മളത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണക്കാർ പറഞ്ഞ അപ്പർ ക്ലാസ്സിന് ഇല്ല. BPR ഞാൻ നേരത്തെ പറഞ്ഞു, BPLകാർക്കില്ല, വർദ്ധിപ്പിച്ചിട്ടില്ല. BPLകാർക്കൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. ഒത്തിരി കഴിവുള്ളവർക്ക്. ഇപ്പോൾ ഞാനൊരു ചെയ്യട്ടെ, ഒരു വീട്ടിൽ ഒരു AC ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 AC ആയില്ലേ? നമ്മൾ ചിന്ന ചെയ്തില്ലേ? ഉപഭോഗം എത്ര കൂടി? 1000 മെഗാവാട്ടിൻ്റെ ഉപയോഗമാണ് കൂടിയത്.